യുവരാജ് ഗോകുലിലേക്കാണ്. യുവരാജ്, ഇത്രയും നാളായിട്ടും എന്തിനാണ് പണം നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. മാത്രവുമല്ല, ഏതാണ്ട് ഒരു ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു അന്വേഷണം ഹവാല എന്ന് പറയുന്ന വലിയൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. 85 ലക്ഷം രൂപ ദുബായിലേക്ക് കടത്തിയെന്ന് ഇ ഡി തന്നെ വളരെ കൃത്യമായി പറയുന്നു. 20 കോടിയിൽ പരം രൂപയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന് പറയുന്നു. അപ്പോഴും CPM മാധ്യമവേട്ട നടക്കുന്നു, അതുപോലെ രാഷ്ട്രീയ വേട്ട നടക്കുന്നു എന്ന പതിവ് പല്ലവി ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നീലിമ, ഒരു കാര്യം ആദ്യം അദ്ദേഹം പറഞ്ഞ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് മറ്റേലേക്ക് പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ BJP ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് BJPക്കകത്ത് ആഭ്യന്തരമായിട്ട് ചില വിഷയങ്ങളുണ്ടായിട്ടുണ്ട്, ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് ചില തിരിമറികൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടിയതെന്ന് എനിക്കറിയില്ല. മാധ്യമങ്ങൾ പലതും പറയുന്നുണ്ടാവും. ഇതിനകത്ത് ആധികാരികമായിട്ട് എന്ത് രേഖയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. എവിടെയാണ് BJPക്കകത്ത് ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആ ഫണ്ട് തട്ടിപ്പ് നടത്തിയ ഇന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ ഒരു കുറിപ്പോ എന്തെങ്കിലും അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കൂ. പിന്നെ അദ്ദേഹം എവിടെ നിന്നാണ് ഈ കാര്യങ്ങൾ അസ്യൂം ചെയ്ത് പറയുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇനി അഥവാ BJPക്കകത്ത് അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, അത് ആഭ്യന്തരമായിട്ട് വിഷയം അന്വേഷിക്കുകയും അതിനകത്ത് പരിഹാരം കാണുവാനും ഒരു പാർട്ടി തയ്യാറാകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ആക്ച്വലി അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്. പാർട്ടിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുള്ളതല്ലേ അതിലൂടെ തെളിയിക്കപ്പെടുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ അകത്തില്ല. ഞങ്ങളുടെ അകത്ത് അത്തരത്തിലുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഔദ്യോഗികമായിട്ട് തന്നെ അങ്ങേയോ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയാനും ഞങ്ങൾ തയ്യാറുമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയോട് പറയാനുള്ളത്, BJPക്കകത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്നത് നല്ലത് തന്നെയാണ്. കണ്ണൂരിൽ ഉൾപ്പെടെ നിങ്ങളുടെ രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് തട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാവുകയും നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കും ഏരിയ സെക്രട്ടറിക്കും എതിരെ വരെ ആൾക്കാർ, നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാർ റിവോൾട്ട് ചെയ്യുകയും അവരിറങ്ങിപ്പോവുകയും ചെയ്ത സമയത്ത് ആ ഇറങ്ങിപ്പോയവരെ നിങ്ങളുടെ പാർട്ടി നേതൃത്വവും നിങ്ങളുടെ പാർട്ടിയും എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടതാണ്. ഒടുവിൽ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കാരൊക്കെ ഇന്ന് MLA-മാരായിട്ട് നിയമസഭയിൽ പോയിരിക്കുകയും നിങ്ങൾ ആരെയാണോ സംരക്ഷിക്കാൻ ശ്രമിച്ചത് ആ ആൾക്കാർ തോറ്റു തുന്നമ്പാടി പോവുകയും ചെയ്യുന്നതും നിങ്ങളുടെ ഏറ്റവും ശക്തമായ കോട്ടയായ കേരളത്തിലെ കണ്ണൂരിൽ അത് സംഭവിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കാലിലും മന്തുമായിട്ട് നടക്കുന്ന നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളോട് വന്നിട്ട് നിങ്ങളുടെ ഒരു വിരലിൽ മന്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കാതിരിക്കുന്നതായിരിക്കും രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് നല്ലത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഈ പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾ ആദ്യം ഈ ആവർത്തന വിരസത കേൾക്കുന്നവർക്കും പറയുന്നവർക്കും എല്ലാവർക്കും ഉണ്ടായിട്ട് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം അത് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എനിക്കറിയില്ല. നോക്കൂ, ഈ അന്വേഷണം എവിടെ നിന്നാണ് തുടങ്ങിയത്? ഈ അന്വേഷണം CMRലുമായി ബന്ധപ്പെട്ടിട്ട് ഇത്ര കോടി രൂപ ശ്രീമതി വീണ വിജയൻ്റെ കമ്പനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന ഇടത്ത് നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. ആ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സ്റ്റാഫുകളെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള കീ പോസ്റ്റിലിരുന്ന സ്റ്റാഫുകളെ മുഴുവൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു സേവനവും നൽകിയതായിട്ട് പറയാൻ അവർക്കറിയില്ല. ശ്രീമതി വീണ വിജയനെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരുടെ വീട് റെയ്ഡ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒന്നിലും താൻ എന്ത് സേവനം നൽകിയെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, CMRലുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇത് വീണ വിജയന് വേണ്ടിയിട്ടല്ല, പകരം പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഈ തുക നൽകിയതെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ തന്നെ പുറത്തു പറയുകയും EDയോട് കുറ്റസമ്മതം നടത്തുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ അവരെ നിഷേധിക്കാൻ പോലും CMRലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ തയ്യാറായിട്ടുമില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു മാൽ പ്രാക്ടീസ് നടന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വളരെ എവിഡൻ്റാണ്. സ്വാഭാവികമായിട്ട് അത് അന്വേഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് BJPക്കാരും കൊണ്ടുവച്ചതാണെന്നുള്ളൊരു അഭിപ്രായം ഇതുവരെയും വീണ വിജയൻ്റെ ഭാഗത്തുനിന്നോ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നോ വന്നിട്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം BJPയുടെ കുറച്ച് ആൾക്കാർ എൻ്റെ വീട്ടിനകത്ത് അതിക്രമിച്ച് കയറി അവർ ഇതിനകത്ത് ഈ ഡയറി കൊണ്ട് വെച്ചതാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അല്ല, ഇത് വീണയുടെ കയ്യക്ഷരത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് വീണയുടെ കയ്യക്ഷരം അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വീണ തയ്യാറായിട്ടുണ്ടോ? ഇതെൻ്റെ മകളുടെ കയ്യക്ഷരമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടോ? ഇതെൻ്റെ ഭാര്യയുടെ കയ്യക്ഷരം അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മുഹമ്മദ് റിയാസ് തയ്യാറായിട്ടുണ്ടോ? ഇതൊന്നും അല്ല. നോക്കൂ, ഇത് നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്ന നിലവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ അവിടുന്ന് പിടിച്ചെടുത്ത ഡയറിക്കകത്ത് അവരെഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളാരും അവരുടെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ED വീട്ടിൽ പോയിരുന്ന് എഴുതിയതിനെ കുറിച്ചിട്ടോ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് വീണയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന ഡയറി, അവരുടെ കൈപ്പടയിൽ എഴുതിയിരിക്കുന്ന കണക്കുകൾ, ഈ കണക്കുകളെ കുറിച്ചിട്ടല്ലേ
സ്വാഭാവികമായിട്ടും ചർച്ചയുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവർ അവർ വാങ്ങി ഇവർ വാങ്ങി, ഓക്കെ അവർ വാങ്ങി ഇവർ വാങ്ങിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിന് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് കേരളത്തിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കൂ. അത് വാങ്ങിയ ആൾക്കാർ കൃത്യമായിട്ട് എന്താണ് അതിൻ്റെ രാഷ്ട്രീയമായ മറുപടി എന്നുള്ള കാര്യം അവരും പറയട്ടെ. ഇവിടെ ആരും വിശുദ്ധരാകുകയും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ വിശുദ്ധരാക്കി മാറ്റുകയും ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ സീസറിൻ്റെ ഭാര്യ വിശുദ്ധയായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ കേരളം ഭരിച്ചിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകള് ഇത്തരത്തിലൊരു ഇടപാട് നടത്തുകയും ആ ഇടപാട് നടത്തിയിരിക്കുന്ന ആ മകൾക്ക് വേണ്ടിയിട്ടല്ല, പകരം മുഖ്യമന്ത്രിയായിരുന്ന അച്ഛന് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിനകത്ത് ഒരു ക്ലാരിറ്റി കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതിന് പകരം കോഴിക്കോട് ഏതെങ്കിലും ഒരു മൈതാനത്ത് ചെന്ന് കവലപ്രസംഗം നടത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഗുണ്ടാഗിരി വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും, ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെസ് തമ്പിങ് നടത്തുന്നത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങയോട് വീണ്ടും ബഹുമാന പുരസ്സരം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സേവനം എന്ന് വീണ പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന വിഷയമേ കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതല്ല. ഹവാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വീണ എഴുതി വെച്ചിരിക്കുന്ന വീണയുടെ കൈപ്പടയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അതിനെക്കുറിച്ച് കൂടി ഉത്തരം പറയേണ്ടി വരും. ഇനി അതിനെക്കുറിച്ച് ഉത്തരം പറഞ്ഞു പോകുമ്പോൾ ഇനി വേറെ ഇതിലും വലുത് എന്താണ്, അണയിൽ കിടന്നതിനേക്കാളും വലുതാണ് പിടിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുന്നത് പോലെ ആയി പോകുമോ ഇനി അടുത്ത ഒരു റിവലേഷൻ വരുമ്പോഴെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്കറിയില്ല. ഇനി ഹവാല അന്വേഷിച്ച് പോകുമ്പോൾ 85 ലക്ഷം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരുന്നു, 85 അല്ല അയച്ചിരിക്കുന്നത്, ഇതിനും മുകളിലേക്കുള്ള തുകകൾ അയച്ചതിൻ്റെ കണക്കുകൾ അപ്പുറത്ത് കിടപ്പുണ്ട് എന്നുള്ള തലത്തിലേക്ക് ഇനി ഈ അന്വേഷണം പോയി തീരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് സംശയമുള്ളത്. മാത്രമല്ല ഗോകുൽ, ഈ പിണറായി വിജയൻ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഈ സന്ദർശനം നടത്തുമ്പോൾ ദുബായ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഇടമാണ്. എവിടെ പോകണമെങ്കിലും പോകുമ്പോഴും വരുമ്പോഴും ദുബായ് വിട്ടൊരു കളിയില്ല എന്നാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങളൊക്കെ വരുന്നത്. അതിൽ ഏതാണ്ടൊക്കെ വാസ്തവമുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഈ പോകുമ്പോഴൊക്കെയും അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും കുടുംബവും എല്ലാവരും കൂടിയായിട്ടാണ് ഈ യാത്രകളൊക്കെ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സംശയങ്ങൾ ജനങ്ങൾക്കുണ്ട്, മറ്റുള്ളവർക്കുണ്ട്. അപ്പോൾ അത് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഗുണ്ടാഗിരി കാണിച്ചിട്ട് കാര്യമില്ലല്ലോ.